ഇന്ന് സൺഡേ ആയതുകൊണ്ട് രാവിലെ ആരും എണീച്ച് കാണത്തില്ല ഇല്ലയോ? എല്ലാവരും നല്ല ഉറക്കമായിരിക്കും. ഞാൻ എന്നത്തെയും പോലെ പതിവ് പോലെ 4:30-ക്ക് എണീച്ചു. എൻ്റെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. മെഡിറ്റേഷൻ ചെയ്തു. നല്ല ഹാപ്പിയിലാണ്. അപ്പോഴാണ് രാവിലെ നമ്മുടെ കൊല്ലയിലെ മുളകെല്ലാം ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്നു. അതിനെ അങ്ങ് പറിച്ചാലോ എന്ന് വിചാരിച്ചു. രാവിലെ അതങ്ങ് പറിക്കാമെന്ന് കരുതി വന്നതാണ്. രാവിലെ എണീച്ച് പരിപാടികളൊക്കെ നടത്തി. രാവിലെ പാലപ്പം ഉണ്ടാക്കി, ഗ്രീൻ പീസ് കറിയൊക്കെ ഉണ്ടാക്കി. ചേട്ടന് രാവിലെ ഒരു ഓട്ടമുണ്ട്. ഒരു മരണമുണ്ടായിരുന്നു. കുറേ ദൂരെയാണ്. സ്ഥലപ്പേര് ഞാനങ്ങ് മറന്നുപോയി. അവിടെ പോകേണ്ടത് കൊണ്ട് രാവിലെ ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ചേട്ടന് കൊടുത്തു വിട്ടു. പിന്നെ നമ്മുടെ അടുത്തും ഒരു മരണം ഉണ്ടായി. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല മനുഷ്യരുടെ കാര്യമല്ലേ. പെട്ടെന്നാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ രാത്രി കിടന്നുറങ്ങി രാവിലെ ഉണ്ടെങ്കിലേ ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അത് സത്യമായ കാര്യമാണ്. മിനിഞ്ഞാന്ന് നമ്മുടെ അടുത്തുള്ള ഒരു കൊച്ചാട്ടൻ രാത്രി അത്താഴമൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് കിടന്നതേ ഉള്ളൂ. പെട്ടെന്ന് പ്രഷർ കൂടി. ആദ്യം ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ എടുത്തില്ല. വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഓപ്പറേഷനൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞ് എല്ലാം റെഡിയാക്കി ചെന്നപ്പോഴത്തേക്കിനും പൾസൊക്കെ കുറഞ്ഞ് ആ സമയം തന്നെ പെട്ടെന്ന് മരിച്ചു. ഇന്നാണ് ശവമടക്ക്. പക്ഷെ കാണാൻ പോകാൻ പറ്റത്തില്ല. കൊച്ചുമല അമ്പലത്തിൽ പോകണ്ടേ. രാവിലെ അവിടെ പോകാൻ നേരത്തെ തീരുമാനിച്ചതാ. 1-ാം തീയതി കഴിഞ്ഞ ആദ്യത്തെ ഞായറാഴ്ചയല്ലേ. അപ്പോൾ അതിന് പോകണം. അതുകൊണ്ട് രാവിലെ ചേട്ടനെ പറഞ്ഞു വിട്ടു. ചേട്ടനപ്പോൾ അവിടുത്തെ മരണത്തിന് പോയിട്ട് വേണം വേറൊരു മരണത്തിന് പോകാൻ. കർക്കിടക മാസം ആയപ്പോഴത്തേക്കിന് ആളുകളിങ്ങനെ മരിച്ചുകൊണ്ടേ ഇരിക്കുന്നു. രാവിലെ എല്ലാവരും ഫുഡൊക്കെ ഉണ്ടാക്കിയോ? കഴിച്ചോ? സുഖമായിട്ടിരിക്കുന്നോ? പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഈ കാന്താരി ആരും കളയരുത് കേട്ടോ. ഈ കാന്താരിയല്ല, നിങ്ങളുടെ വീടുകളിലുള്ള കാന്താരി ഒന്നും കളയരുത്. പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ അങ്ങോട്ട് പോകട്ടെന്നേ. പറിച്ചുകൊണ്ടിരിക്കുക. ഇത് നിർത്തിക്കഴിഞ്ഞാലേ ഈ കൊല്ല മൊത്തം പോകുമെന്ന് എൻ്റെ അമ്മ പറയും. അതുകൊണ്ട് നിർത്തിക്കൂടാന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ രാവിലെ ഇതങ്ങ് പറിച്ചു വെക്കുക. ഇത് കിട്ടുന്നവരൊക്കെ അങ്ങ് തട്ടിക്കണം കേട്ടോ. അങ്ങോട്ട് കുറയട്ടെ. പ്രഷറ്, ഷുഗറ്, കൊളസ്ട്രോള് ഒക്കെ അങ്ങോട്ട് കുറയട്ടെ. പക്ഷേ എനിക്കധികം കഴിക്കാൻ പറ്റത്തില്ല. എനിക്ക് പ്രഷറ് കുറവാണല്ലോ. അതുകൊണ്ട് എന്നാലും ഇത് മൊത്തം പറിച്ച് ഞാൻ വെക്കുവാണ്. മത്തിത്തോരനൊക്കെ വെക്കാൻ നല്ലതല്ലേ. ഒരു മാങ്ങായൊക്കെ അങ്ങോട്ടിട്ട്, കാന്താരിയൊക്കെ അങ്ങോട്ടിട്ട്, തേങ്ങയൊക്കെ ചതച്ചങ്ങോട്ടിട്ട് നല്ലൊരു മത്തിത്തോരൻ അങ്ങോട്ട് വെച്ചാൽ എന്ത് രസമായിരിക്കും അല്ലേ. ഞാനങ്ങനെ ഇത് മൊത്തം പറിച്ച് വെച്ചിട്ടേ ഇന്ന് അമ്പലത്തിൽ പോകത്തുള്ളൂ. 9 മണിയാകുമ്പോഴത്തേനും ഓട്ടോ വരും. അതിന് പോകണം. പിന്നെ രാവിലെ കുളിച്ചില്ല. രാവിലെ ചേട്ടനാണ് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതിൻ്റെ തിരക്കിനിടയ്ക്ക് അത് പറ്റിയില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ആക്കി കഴിഞ്ഞതിന് ശേഷം വേണം എനിക്ക് പോകാൻ. പിന്നെ അങ്ങനെ ഒരു ദിവസത്തിൻ്റെ തുടക്കം ഇങ്ങനെയൊക്കെ ആവട്ടെ ഇന്ന്. ഇത് എൻ്റെ അമ്മ രുക്മിണി എന്നാണ് എൻ്റെ അമ്മയുടെ പേര്. അമ്മ എവിടെ ഒരു വെറൈറ്റി സാധനം കണ്ടാലും അമ്മയത് പറിച്ച് കൊണ്ടുവന്ന് നടും. എന്നിട്ട് എനിക്കും തരും. അങ്ങനെയാണ് ഞാൻ ഈ വെറൈറ്റി സാധനങ്ങളൊക്കെ കൊണ്ട് നടുന്നത്. എൻ്റെ അമ്മയ്ക്കും വയ്യാതൊക്കെ ഇരിക്കുവാണേ. കാലൊക്കെ വയ്യാതിരിക്കുക തന്നെ ഉള്ളൂ. എൻ്റെ അച്ഛൻ പോയിട്ട് 1.5 വർഷത്തോളമായി. അമ്മയ്ക്ക് തന്നെ നിൽക്കത്തുള്ളൂ, വരത്തില്ല. എന്ത് ചെയ്യാനാ. ഇപ്പോഴ് അവരവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ജീവിക്കാമല്ലോ. കാല് വയ്യാന്നേ ഉള്ളൂ, കുഴപ്പമില്ല. എങ്കിലും ഒറ്റയ്ക്കാണെന്നുള്ള വിഷമമുണ്ട്. ഇവിടെ അമ്മ വയ്യാതൊക്കെ ഇരിക്കുമല്ലേ. അതുകൊണ്ടായിരിക്കും അമ്മ വരാത്തത്. പിന്നെ വേറെ എന്തൊക്കെ പറയാനാണ്. രാവിലെ എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായോ? എല്ലാവരും സുഖമായിട്ടിരിക്കുവാണോ? ഞാനിന്ന് രാവിലെ നല്ല ഹാപ്പിയാണ്. ഇനി ബന്ദി ഇന്നലെ മുറിച്ച് എല്ലാം നട്ടു വെച്ചിട്ടുണ്ട്. അതിന് വെള്ളം ഒഴിക്കണം. കൃഷിഭവനിൽ നിന്ന് മേഡം വന്നെല്ലാം നോക്കി വളമിടുന്ന കാര്യവും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി അങ്ങനെയൊക്കെ ചെയ്യണം. ഞാൻ ആദ്യമായിട്ടാണല്ലോ ബന്ദി കൃഷി ചെയ്യുന്നത്. അപ്പം അതിൻ്റേതായ അറിവില്ലായ്മയൊക്കെ എനിക്കുണ്ട്. ഇനി അതെല്ലാം പരിഹരിച്ച് അതെല്ലാം
ശരിയാക്കണം. ഇത്രയും മുളക് കിട്ടി. എല്ലാം വിളഞ്ഞ് നിൽക്കുക. ഇത് വിളഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഭയങ്കര എരിയല്ലേ. എനിക്ക് ഒത്തിരി എരിയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. എന്നാലും കണ്ടു കഴിഞ്ഞപ്പോൾ എങ്ങനെയാ പറിക്കാതിരിക്കുന്നേ. പറിച്ച് തീരാറായി. എന്താ ഇത്രയും മുളക് രാവിലെ പറിച്ചു. ഇനിയും ഉണ്ട് 2-3 മുളക് കൂടെ പറിക്കട്ടെ. എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബന്ധിത്തൈക്ക് വെള്ളം കൂടെ ഒഴിച്ചാലോ. ഇന്നലെ മുറിച്ച് നട്ടതാണ്. അപ്പം ഇതിനെ എടുത്ത് നമുക്ക് ഇങ്ങോട്ട് വെക്കാം. അതിനുശേഷം നമുക്കല്പം ബന്ധിത്തൈക്ക് വെള്ളം കൂടെ ഒഴിച്ചാലോ. ബന്ധിത്തൈ കിണറിൻ്റെ അവിടെയാണ് ഞാൻ നട്ടു വെച്ചേക്കുന്നത്. മറ്റെങ്ങും നടാൻ പറ്റുന്നില്ല. ഈ ഓട്ടോ ഇങ്ങനെ മുറ്റത്തോട്ട് വരുന്നത് കാരണം എനിക്ക് നടാൻ പറ്റുന്നില്ല. പിന്നെ പല പല ഭാഗത്തായിട്ടാണ് ഞാൻ നട്ടിരിക്കുന്നത്. കുഴപ്പമില്ല, എല്ലാം നല്ല രീതിയിലൊക്കെ ആയി വരുന്നു. എൻ്റെ ബന്ധിത്തൈ നട്ടത് ഞാൻ കാണിക്കാം കേട്ടോ. വേണ്ട, ബന്ധിത്തൈ അല്ല, ബന്ധിത്തൈയുടെ മണ്ടയാണ്. എന്താ, ഞാനതിൻ്റെ ടാപ്പ് ഓണാക്കിയില്ലായിരുന്നു, മറന്നുപോയി. അതുകൂടെ ഒന്ന് ഓണാക്കട്ടെ. ഓണത്തിനേക്ക് വിളവെടുക്കണമെന്ന് വിചാരിച്ചാണ്. നടക്കുമോ എന്നറിയില്ല. എങ്കിലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കും. ഏതൊരു കാര്യത്തെയും നമ്മൾ ധൈര്യപൂർവ്വം ഏറ്റെടുക്കണമല്ലോ. നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് പൊരുതണം, ഒറ്റയ്ക്ക് ജീവിക്കണം. അതാണ് എൻ്റെ പോളിസി. നമ്മളെ കൊണ്ടാവുന്ന പോലൊക്കെ ചെയ്യണം. സഹായിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞിരിക്കാൻ പാടില്ല. ശരിയല്ലേ? ജീവിതത്തിൽ എന്നും നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമല്ലോ. ഇന്നും ഇപ്പോൾ ആൾ കാണുമോ കൂടെ? അപ്പം നമ്മളെ കൊണ്ട് ആവുന്ന പോലെ ചെയ്യുക. എനിക്ക് പിടലിക്ക് വേദനയൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. എനിക്ക് അസ്ഥി തേയ്മാനവും പിടലിക്ക് വേദനയൊക്കെയാണ്. എന്നാലും ഞാൻ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പോലൊക്കെ ഞാൻ ചെയ്യും, അല്ലേ? പിന്നെ ഇതിൽ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നത് കൊണ്ട്, യോഗ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ ആരോഗ്യമൊന്നും വലിയ പ്രശ്നമില്ല. പിന്നെ അല്പം കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു. അത് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട്. മാറിയതെങ്ങനെയാണെന്നൊക്കെ ഞാൻ ഇടുന്നുണ്ട്. രാവിലെ കണ്ടല്ലോ എൻ്റെ ബന്ധിത്തൈ. ഇന്നലെ വൈകിട്ട് നട്ടതാ. മണ്ട മുറിച്ച് നട്ടതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ.